ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി എന്ന സിനിമ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളിൽ പലപ്പോഴും കുട്ടികൾക്ക് അവരുടെ അവകാശം എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ടോ? ആദ്യത്തെ ചോദ്യം അതാണ്. ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു ചോദ്യവും ഏറ്റവും കോർ എലമെൻറ്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യവും അതുതന്നെയാണ്. നമുക്ക് നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്നിപ്പോൾ നമ്മളെ ഒരു ചെക്കിങ്ങിന് പിടിച്ച് നിർത്തിയാൽ പോലും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് നമ്മൾ തലയിൽ പുകയൊക്കെ അടിച്ച് ഒന്നും മനസ്സിലാവാതെ അവർ പറയുന്നത് കേട്ടോണ്ട് പോകും. അതുപോലെ തന്നെ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ടെൻഷനാക്കി കളയും. എന്നാൽ ഇതിൻ്റെ പകുതി കാര്യങ്ങളെങ്കിലും നമുക്കറിയാമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു ഹാർഡ്നെസ് കുറഞ്ഞ് മൈൽഡായി അവർ നമുക്ക് കാര്യങ്ങൾ അറിയാം, സോ പേടിപ്പിക്കാൻ പറ്റില്ല എന്ന കൃത്യമായ ധാരണയിലേക്ക് എത്തും. ആ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും കിടിലമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഇതൊരു കോർട്ട് റൂം ഡ്രാമ എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. അതായത് സംഭവം മറ്റൊന്നുമില്ല, നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടു പഴകിയ അതേ ഐറ്റം തന്നെയാണ്. പക്ഷേ ഇവിടെ കൊണ്ടുപോകുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ടല്ലോ, ആ കാര്യത്തിലാണ് സംവിധായകനും എഴുത്തുകാരനുമായിട്ടുള്ള റാം ജഗദീഷ് വിജയിച്ചിരിക്കുന്നത്. ഒരു ലവ് സ്റ്റോറി സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും ഈ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന സിനിമകളിൽ പലപ്പോഴും കണ്ടില്ല. ഇപ്പോൾ സൈറാത്ത് എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ സൈറാത്തിൻ്റേതുപോലേതായിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയുടേത്. അതായത് വ്യത്യസ്ത ജാതിയിലുള്ള രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രണയവും എന്നാൽ പണവും സ്വാധീനവും അധികാരവും പവറും ഒക്കെ ഉള്ള ആൾക്കാർ ഏത് വിധേന ഒരാളെ ഒതുക്കാൻ ശ്രമിക്കും, പേടിപ്പിക്കും. അതായത് സൊസൈറ്റിയിൽ എനിക്ക് മേലെ ഒരുത്തൻ ഇനി വളരണ്ട എന്ന കൃത്യമായ ധാരണ, എൻ്റെ ജാതിക്ക് മുകളിൽ മറ്റൊരുത്തൻ വരാൻ പാടില്ല, ഞാൻ ഉയർന്നവനാണ്, നീ കുറഞ്ഞവനാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ, പെൺകുട്ടികൾ, ഇവർക്കൊക്കെ ഓരോ ജോലികൾ സൊസൈറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ജോലിക്കപ്പുറത്തേക്ക് ഒരാളും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പെൺകുട്ടികളുടെ വസ്ത്രധാരണം എന്താവണമെന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പെൺകുട്ടികൾ ജീവിക്കാൻ എന്നൊക്കെ പറയുന്ന, നമുക്ക് വേദനിപ്പിക്കുന്ന, നമുക്ക് ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള പല കഥാപാത്രങ്ങൾ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ഈ കഥാപാത്രങ്ങളെ അവർ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് മേൽപ്പറഞ്ഞ പല കാര്യങ്ങളിലും സിനിമ കടന്നു പോകുന്നുണ്ട്. തുടക്കം മുതൽക്ക് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ തകർക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കഥയെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരാളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷ് റോഷൻ, പ്രിയദർശിനി, പുലിക്കൊണ്ട, ഇവർ രണ്ടുപേരുമാണ് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീദേവി, ശിവജി എന്നിവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഇതിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സൊസൈറ്റിയിലെ ചില മുഖങ്ങളെ കറക്റ്റായിട്ട് പ്രതിനിധാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫേസ് തന്നെയാണ് അയാളുടേത്. അയാളുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് നമുക്ക് ദേഷ്യം വരുന്ന തരത്തിൽ തന്നെയാണ് പുള്ളി അഭിനയിച്ച് വലിപ്പിച്ചിരിക്കുന്നത്. സോ ജാതി വ്യവസ്ഥ, പണം, അധികാരം, പവർ, ഇങ്ങനെയുള്ള പല മേഖലകളിലൂടെയും ഒരുത്തൻ്റെ ജീവിതം ഏതൊക്കെ തരത്തിൽ തകർക്കാം എന്ന് കൃത്യമായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഈ കാള പെറ്റി കഴിഞ്ഞാൽ ഉടനെ കയറെടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കോർട്ട് റൂമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ ഒരാൾക്ക് പോലും ലാഗ് അടിക്കാത്ത രീതിയിൽ നല്ല വെടിപ്പായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും, പല ചോദ്യങ്ങളും ബാക്കി നിൽക്കും. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം സിനിമയിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുമുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ സൊസൈറ്റിയിൽ ഈ അടുത്ത കാലത്ത് കണ്ട പല ഇൻസിഡൻസിനെയും നമുക്ക് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ആ സിനിമയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ സിനിമയിലൂടെ ആ പല സംഭവങ്ങൾക്കും നമുക്ക് പല തരത്തിലുള്ള ഡയമെൻഷനിലേക്ക് എത്തിച്ചേരാനും പറ്റും. സോ കോർട്ട് റൂം എന്ന് പറയുന്ന ഈ ഒരു മേഖലയ്ക്കകത്തേക്ക് ഒരുപാട് വലിച്ചു നീട്ടാതെ കൃത്യമായി കോർട്ട് റൂമിൽ എന്താണ് സംഭവിക്കുന്നത്, പറയാനുള്ളത് അതൊക്കെ വളരെ നൈസായിട്ട് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരും മോശമല്ല, എല്ലാവരും അവരുടെ കഥാപാത്രങ്ങളെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് കഥയെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ, എന്നാൽ ചില ഇടങ്ങളിൽ ചെറിയ ലാഗ് ഫീൽ ചെയ്യിപ്പിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് സിനിമ ടോട്ടലി നിങ്ങളെ ഭയങ്കര നൈസായിട്ട് കണക്ട് ചെയ്യും. അതാണ് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി. തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി. അതായത് ഈ നോബഡിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരും ഇവർ കൊണ്ടുവന്ന് വെക്കുന്ന എലമെൻറ്റ്സ് ഉണ്ടല്ലോ, പോയിന്റുകളുണ്ടല്ലോ, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഏത് തരത്തിൽ അതിനെ പ്രസൻറ്റ് ചെയ്താൽ നമ്മൾ ഓഡിയൻസ് അത് കണക്റ്റ് ആവും എന്ന് കാണിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിനകത്ത് അല്ലു അർജുൻ കിടന്ന് പൊട്ടിക്കരയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അമ്പലത്തിന് മുന്നിൽ വന്ന് നിന്ന് ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് നിനക്കറിയാമോ, എനിക്കൊരു പെൺകുഞ്ഞിനെ തരണേ എന്നാണ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു ഘടകമുണ്ട്. അതായത് ആൺകുട്ടിയാണെങ്കിൽ അവനൊരു കുടുംബപ്പേരുണ്ടാവണ്ടേ, പെൺകുട്ടിയാണെങ്കിൽ അവളെ കെട്ടിച്ചു വിടുന്ന വീടിൻ്റെ പേരെങ്കിലും അവൾക്ക് കിട്ടുമല്ലോ. സോ ഈ ഒരു സാധനം പല ഇടങ്ങളിലും, പല സ്ഥലങ്ങളിലും, പല വീടുകളിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിവാഹാലോചനയുമായിട്ട് നിങ്ങൾ ചെന്ന് നോക്കൂ, നിങ്ങളുടെ അടിത്തറ വരെ അവരെ അന്വേഷിക്കും ഭയങ്കരമായിട്ട്.
പിന്നെ അതിനൊപ്പം തന്നെ നിങ്ങൾ സർക്കാർ ജോലിക്കാരനാണോ, അവർക്ക് മാത്രമേ എൻ്റെ മകളെ ഞാൻ കൊടുക്കൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം പിന്നീട് പല ആൾക്കാരും നോക്കുന്നത് നിങ്ങളുടെ ജാതിയാണ്, അതിനുശേഷം നിങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ്. ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും ഇവരെത്തിച്ചേരാറുള്ളൂ. സോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കിട്ടും. നല്ലൊരു കൊട്ടാണ് കോട്ട് സ്റ്റേറ്റ് വേഴ്സസ് നോബഡി എന്ന് പറയുന്ന സിനിമയിൽ. പക്ഷേ ഇതിനകത്ത് പോയിന്റുകൾ ബ്രേക്ക് ചെയ്യുന്ന ചില രസമുണ്ട്. അതായത് ഒരു ഭയങ്കര രസമാണ്. അത് എങ്ങനെയാണ് ഒരാൾ കൃത്യമായിട്ട് കോടതിയെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ ചുരുളഴിച്ച് അവരെ തന്നെ അവിടെ നിർത്തി അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്ന ഒരു രീതി കണ്ടല്ലോ, അതൊക്കെ നൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതൊരു പ്രത്യേക രസമാണ്. കാരണം ഒരു കള്ളം പറഞ്ഞ് ഒരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ആ സത്യം ബാക്കി നിൽക്കുകയും ആ സത്യം ഓരോരുത്തരെയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഈ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അത് കാണുന്ന പ്രേക്ഷകന് അത്രയേറെ നല്ല രീതിയിൽ അത് മനസ്സിൽ കണക്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ അയാളുടെ പ്രായം കൂടെ അന്വേഷിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ നെറ്റ്ഫ്ലിക്സിൽ മൂവി അവൈലബിൾ ആണ്. അതും മലയാളം, കന്നഡ, തെലുങ്ക് അങ്ങനെ പല ഭാഷകളിലായിട്ടും സിനിമ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു നോക്കാം. മലയാളം ഡബ്ബിങ്ങൊക്കെ സൂപ്പറായിരുന്നു. നൈസ് ക്വാളിറ്റി ഡബ്ബിംഗ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പല സിനിമകളും കാണുമ്പോഴത്തേക്ക് നമുക്കൊരു നാടകത്തിൻ്റെ ഫീൽ തോന്നിപ്പിക്കുമെങ്കിൽ ഇതിനകത്തൊക്കെ വളരെ നാച്ചുറലായിട്ട് വളരെ നൈസായിട്ട് ആ ഡബ്ബിങ്ങിനെ അവർ ക്ലിയർ കട്ടായിട്ട് കൊണ്ടുപോയി എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇൻ ഷോർട്ട് മലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് ഈ സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. കൂടുതൽ പേരിലേക്ക് നിങ്ങളിലൂടെ മാത്രമേ ചാനൽ എത്തുള്ളൂ. സോ നിങ്ങൾ സഹകരിക്കുക, നിങ്ങളൊപ്പം ഉണ്ടാവുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും